നമസ്കാരം. നക്ഷത്രദീപം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മകരമാസം നിങ്ങൾക്കെങ്ങനെ? മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക്കാൽ. മകരമാസത്തിൽ പ്രവർത്തനമേഖലയിൽ പുതുമയും ചലനവും അനുഭവപ്പെടും. ജ്യോതിഷം, വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ രൂപപ്പെടും. ഉദ്യോഗസ്ഥർക്കും പ്രൊഫഷണലുകൾക്കും മേലധികാരികളുടെ ശ്രദ്ധ നേടാൻ കഴിയും. സാമ്പത്തികമായി ക്രമീകരണം ആവശ്യമായിരുന്നാലും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സ്ഥിരത കൈവരും. കുടുംബത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. കർഷകർക്ക് വിളവെടുപ്പ് ലാഭകരമാകും. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര. ഈ മാസം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യരംഗത്തുള്ളവർക്കും സേവന മേഖലയിലുള്ളവർക്കും തിരക്കേറിയ ദിനങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ക്രമബദ്ധതയും ആവശ്യമാണ്. വ്യാപാരികൾക്ക് പഴയ ഉപഭോക്താക്കളിൽ നിന്ന് നേട്ടം ലഭിക്കും. കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം ഉയരും. മാസാന്ത്യം മാനസിക ശാന്തിയും സംതൃപ്തിയും നൽകും. മിഥുനക്കൂർ, മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ. ആശയവിനിമയ കഴിവുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന മാസമാണ്. അധ്യാപകർ, ആർക്കിടെക്റ്റുകൾ, എഴുത്തുകാർ, അടിമേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. യാത്രകളിലൂടെ അറിവും ബന്ധങ്ങളും വർദ്ധിക്കും. സാമ്പത്തികമായി ചെറിയ ചലനങ്ങൾ ഉണ്ടായാലും നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകും. കുടുംബബന്ധങ്ങളിൽ തുറന്ന സംഭാഷണം ഗുണകരമാകും. കർക്കടക്കൂർ, പുണർതം, കാൽ, പൂയം, ആയില്യം. മകരമാസം സുരക്ഷയും സ്ഥിരതയും മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾക്ക് അനുയോജ്യമാണ്. മക്കൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ വർദ്ധിക്കും. ഡോക്ടർമാർ, നഴ്സുമാർ, പരിചരണ മേഖലയിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദം കുറയുന്ന സമയം. ഭൂമി, വീട്, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാം. കർഷകർക്ക് വിളകളുമായി ബന്ധപ്പെട്ട പുതിയ പരീക്ഷണങ്ങൾ നടത്താം. ആത്മീയ ചിന്തകൾ വർദ്ധിച്ച് മനസ്സിന് ആശ്വാസം ലഭിക്കും. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം, കാൽ. പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകും. നേതൃഗുണങ്ങൾ തെളിയിക്കുന്ന മാസമാണ്. ബിസിനസ്സുകാർക്കും ഭരണരംഗത്തുള്ളവർക്കും തീരുമാനങ്ങൾ ഫലപ്രദമാകും. പൊതുസമൂഹത്തിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാം. ചെലവുകൾ നിയന്ത്രിച്ചാൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും. കന്നിക്കൂർ, ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ക്രമവും കൃത്യതയും ആവശ്യമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. എഞ്ചിനീയർമാർ, അക്കൗണ്ടന്റുകൾ, ഗവേഷകർ എന്നിവർക്ക് കാര്യങ്ങൾ വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പേരുദോഷം ഉണ്ടാവാനുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആരോഗ്യകാര്യങ്ങളിൽ മുൻകരുതൽ പാലിക്കുക നല്ലതാണ്. കുടുംബത്തിൽ സഹകരണ മനോഭാവം വർദ്ധിക്കും. സാമ്പത്തികമായി ചെറിയ ലാഭങ്ങൾ ആത്മവിശ്വാസം നൽകും. തുലാക്കൂർ, ചിത്തിര, അര, ചോതി, വിശാഖം, കാൽ. ഭാഗ്യം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നേടാൻ ആകും. ബന്ധങ്ങളും പങ്കാളിത്തങ്ങളും ശക്തമാകുന്ന കാലഘട്ടമാണ്. നിയമം, ഡിസൈൻ, കലാരംഗം, കൺസൾട്ടൻസി മേഖലകളിലുള്ളവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും. വിവാഹകാര്യങ്ങളിലും ബന്ധങ്ങളിൽ സമവായം പുലർത്താൻ കഴിയും. യാത്രകളിലൂടെ പുതിയ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടും. സ്ത്രീകൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വൃശ്ചിക്കൂർ, വിശാഖം, മുക്കാൽ, അനിഴം, തൃക്കേട്ട. ആഴത്തിലുള്ള ചിന്തയും ഗവേഷണവുമാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും അന്വേഷണ സ്വഭാവമുള്ളവർക്കും നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ആവശ്യമാണ്. പഴയ വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കേണ്ടി വരാം. ആത്മീയ പ്രവർത്തനങ്ങൾ മനസ്സിന് ശക്തി നൽകും. വിശ്വസിക്കുന്നവരുമായി മാത്രമേ പുതിയ പദ്ധതികൾ ആരംഭിക്കാവൂ. പ്രാർത്ഥനകൾ മുടക്കാതെ നടത്താൻ ശ്രദ്ധിക്കുക. ധനുക്കൂർ, മൂലം, പൂരാടം, ഉത്രാടം, കാൽ. വളരെയധികം ദൈവാധീനമുള്ള കാലമാണ്. വിദ്യാഭ്യാസം, പരിശീലനം, വിദേശബന്ധങ്ങൾ എന്നിവയിൽ പുരോഗതി കാണുന്ന മാസമാണ്. അധ്യാപകർ, പരിശീലകർ, യാത്രാമേഖലയിലുള്ളവർ എന്നിവർക്ക് അനുകൂല സമയമാണ്. നിക്ഷേപങ്ങളിൽ ദീർഘകാല കാഴ്ചപ്പാട് സ്വീകരിക്കുക നല്ലതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം ഉയർന്ന പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. മകരക്കൂർ, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന കാലഘട്ടമാണ്. ഭരണ, സാങ്കേതിക, നിർമ്മാണ മേഖലകളിലുള്ളവർക്ക് ഉയർച്ച അനുഭവപ്പെടും.
കർഷകർക്ക് സ്ഥിരവരുമാനം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാം. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. സാമ്പത്തികമായി ദൃഢത കൈവരും. മാസാന്ത്യം സന്തോഷവും അഭിമാനവും നൽകും. കുംഭക്കൂർ. അവിട്ടം അര ചതയം പൂരുരുട്ടാതി മുക്കാൽ. സന്താനഭാഗ്യമുള്ള കാലമാണിത്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ആകും. പുതിയ ആശയങ്ങളും സാമൂഹിക ഇടപെടലുകളും വർദ്ധിക്കുന്ന മാസമാണ്. ടെക്നോളജി, നവീകരണം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം നിർണായകമാകും. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യത്തിൽ സമതുലിതാവസ്ഥ നിലനിൽക്കും. മീനക്കൂർ. പൂരുരുട്ടാതിക്കാൽ, ഉത്രട്ടാതി, രേവതി. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം വീട്ടിൽ മടങ്ങിയെത്താൻ സാധിക്കും. ആത്മീയതയും സൃഷ്ടിപരതയും കൈകോർക്കുന്ന മാസമാണ്. കലാകാരന്മാർക്കും ചികിത്സാരംഗത്തുള്ളവർക്കും മാനസിക സംതൃപ്തി ലഭിക്കും. വരുമാനത്തിൽ സ്ഥിരത അനുഭവപ്പെടും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ആഴമേറിയതാകും. ചില കാര്യങ്ങൾ വൈകിയാലും അവസാനഫലം അനുകൂലമായിരിക്കും. വിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ശുഭദിനം.